ഡോക്ടറെ, എൻ്റെ റിപ്പോർട്ടൊന്ന് നോക്കൂ. തൈറോയ്ഡ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ റിപ്പോർട്ടൊക്കെ നോക്കുമ്പം TSHൻ്റെ അളവ് കൂടുതലായിട്ട് കാണും. അപ്പോൾ ആളുകളുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ TSH കൂടിക്കഴിഞ്ഞാൽ തൈറോയ്ഡ് കൂടി എന്നുള്ള രീതിയിലാണ് പൊതുവെ പറയാറ്. TSH എന്ന് പറയുന്നത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി കറക്റ്റായിട്ട് വർക്ക് ചെയ്യാതിരിക്കുകയും ആവശ്യത്തിനുള്ള തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിലുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഗതിയാണ് TSH. എന്ന് വെച്ചാൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നാണ്. സാധാരണ നമ്മുടെ TSHൻ്റെ ഒരു നോർമൽ വാല്യൂ 5 താഴെ വരണം എന്നാണ്. അപ്പോൾ അത് അതിൻ്റെ മുകളിൽ പോവുകയും കൂടുതലായി വരികയും ചെയ്യുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തൈറോയ്ഡ് കൂടുതലല്ല, നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺ വർക്ക് ചെയ്യുന്നത് കുറവാണ്, അല്ലെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ കുറവാണ് എന്നാണ്. ഹോമിയോപ്പതി ചികിത്സയിലൂടെ നമ്മുടെ തൈറോയിഡിന്റെ ഫംഗ്ഷൻ കറക്റ്റ് ആക്കുന്നത് കൊണ്ട് തന്നെ ഈ TSH നോർമലിലേക്ക് വരികയും നമുക്ക് ആജീവനാന്തം മെഡിസിൻ കഴിക്കേണ്ട ഒരു അവസ്ഥ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു.